ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച് നിർത്തിയത് ദൈവഭക്തിയുടെ ആത്യന്തിക ലക്ഷ്യം എന്നുള്ളതിനെക്കുറിച്ചാണ്. എന്താണ് ദൈവഭക്തി, വാട്ട് ഈസ് ഗോഡ്ലിനെസ് എന്നുള്ളത് നമ്മൾ കണ്ടു. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വൈ ഗോഡ്ലിനെസ്, എന്തുകൊണ്ട് ദൈവഭക്തി ആവശ്യമാണ്. ഒന്നാമത് നമ്മൾ കണ്ടത് വിശ്വാസത്തിൽ ആരംഭിക്കുന്ന നമ്മുടെ യാത്ര വിശ്വാസത്തിൽ അവസാനിപ്പിക്കണമെങ്കിൽ ദൈവഭക്തി കൂടാതെ നമുക്ക് സാധ്യമല്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. രണ്ടാമത് ദൈവഭക്തി എന്തുകൊണ്ട് വേണം എന്ന് ചോദിച്ചാൽ, ദൈവവചനത്തിൽ ദൈവം കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ ഒരു ദൈവഭക്തനാണ് ശരിക്കും ലഭിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ദൈവഭക്തന്മാരായി ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് ഏറ്റവും അടുത്ത് ഉള്ളവനായിരിക്കും. ദൈവവചനത്തിൽ പറയുന്ന പോലെ അവൻ നമ്മളുടെ പിതാവായിരിക്കും, തനിക്ക് മക്കൾ ആയിരിക്കും, അവൻ നമ്മോട് കൂടെയിരിക്കും. അങ്ങനെ അനുഗ്രഹങ്ങളുണ്ട് എന്ന് നമ്മൾ കാണുകയുണ്ടായി. മൂന്നാമത് നമ്മൾ ദൈവഭക്തി എന്തുകൊണ്ട് ആചരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ, ദൈവത്തിൻ്റെ ഈ കാലഘട്ടത്തിലെ കാര്യപരിപാടി എന്ന് പറയുന്നത് ദൈവമക്കൾ എന്നുള്ള പരിപാടിയാണ്. തൻ്റെ പുത്രനെ പോലെ അനേകം മക്കളെ ഉളവാക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ദൈവം ഇരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു. ദൈവഭക്തിയുടെ മർമ്മമായി തൻ്റെ പുത്രനെ ഈ ഭൂമിയിൽ ദൈവം അവതരിപ്പിച്ചു. ദൈവഭക്തിയുടെ മഹത്വമായി അവനിലൂടെ തൻ്റെ ജീവിത സ്വഭാവങ്ങളെ, ദൈവത്തിൻ്റെ ക്യാരക്ടേഴ്സിനെ തൻ്റെ ജീവിതത്തിലൂടെ താൻ വരച്ച് കാണിക്കുവാനായിട്ടിടയായി തീർന്നു. മാത്രമല്ല നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ പിറകിലുള്ള ഉദ്ദേശ്യം എന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ കാര്യപരിപാടി അനുസരിച്ചിട്ട് ഒരു ഭാവി ലോകം ദൈവം കെട്ടിപ്പണിയുകയാണ്. അതിൽ ദൈവത്തിൻ്റെ ആജ്ഞാനുവർത്തികളായി, അവൻ്റെ രാജാക്കന്മാരായി, പുരോഹിതന്മാരായി അവനെ ശുശ്രൂഷിപ്പാൻ ദൈവം തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നവരാണ് നമ്മൾ. ആ പുത്രൻ രാജാതിരാജാവും കർത്താതി കർത്താവുമായിരിക്കെ അവൻ്റെ കൈക്കീഴിൽ അവൻ്റെ രാജ്യവും പുരോഹിതന്മാരുമായി, അഥവാ രാജാക്കന്മാരും പുരോഹിതന്മാരുമായി അവന് സേവനം ചെയ്യുക എന്നുള്ളതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതുകൊണ്ട് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ലക്ഷ്യം നമ്മളുടെ മനസ്സിൽ എപ്പോഴും വെച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകുവാൻ. ആദാമിനെ ദൈവം വാഴുവാനായി ഉളവാക്കി, പക്ഷേ അവൻ്റെ വാഴ്ച നീണ്ടു നിന്നില്ല എന്ന് നമ്മൾ കണ്ടു. എന്നാൽ ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. അവൻ അനുസരണത്തിലൂടെ മനുഷ്യവർഗത്തെ പിതാവിനോട് പിന്നെയും നിരപ്പിച്ചു. മാത്രമല്ല അവൻ തൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളങ്ങളിൽ തന്നു. അവൻ്റെ വ്യക്തി ജീവിതത്തിലെ സ്വഭാവങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തന്നു. ഇനി നമ്മളുടെ ജീവിതം അവൻ്റെ കാൽച്ചുവടുകളെ തന്നെ വെച്ച് അതിൽ തന്നെ നമ്മൾ യാത്ര ചെയ്യണമെന്ന് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ടിടയായി. അവസാനമായിട്ട് നാം കണ്ടത്, ഈ ഭൂമിയിൽ വെച്ചാണ് നമ്മൾ ഈ മാറ്റം നമ്മിൽ വരുത്തേണ്ടത് എന്നുള്ളതാണ് കണ്ടത്. കഴിഞ്ഞ ആഴ്ച ഒരു സംശയം പ്രിയ സഹോദരൻ ചോദിക്കുകയുണ്ടായി. അതായത്, ജാതികൾ ഭാവി ലോകത്തിലുണ്ടാകുമോ? തീർച്ചയായിട്ടും അവരവിടെ ഉണ്ട്. നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങൾ, എനിക്ക് ആ സബ്ജക്റ്റ് അല്ല എൻ്റേത്, എങ്കിലും ഞാൻ നമ്മുടെ പ്രത്യാശയോട് ബന്ധപ്പെട്ട ഒരു കാര്യമായിരിക്കാൽ എല്ലാവരുടെയും പൊതു നന്മയ്ക്കായിട്ട് ഒന്ന് രണ്ട് വാക്യങ്ങൾ ജസ്റ്റ് വായിച്ചു പോകാമെന്ന് ഞാൻ കരുതുകയാണ്. വെളിപ്പാട് ഗ്രന്ഥം 21-ാം അധ്യായത്തിൻ്റെ 22, 23, 24, 25 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. സർവശക്തിയുള്ള ദൈവമായ കർത്താവ് കുഞ്ഞാടും അതിന്റെ മന്ദിരമാകുന്നു. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. ദൈവതേജസ് അതിനെ പ്രകാശിപ്പിച്ചു. കുഞ്ഞാട് അതിന്റെ വിളക്കാകുന്നു. ജാതികൾ അതിന്റെ വെളിച്ചത്തിൽ നടക്കും. ഭൂമിയുടെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. അതിന്റെ ഗോപുരങ്ങൾ പകൽക്കാലത്ത് അടക്കുകയില്ല, രാത്രി എവിടെയില്ലല്ലോ. 26. ജാതികളുടെ മഹത്വവും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും. ഇനി അതിൻ്റെ 22-ന്റെ 2 കൂടെ വായിക്കാം. നദിക്ക് ഇക്കരയും അക്കരയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് വരുന്നു. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് പുതിയ ആകാശവും പുതിയ ഭൂമിയുടെയും വിഷയത്തെക്കുറിച്ചാണ്. നമ്മൾക്കറിയാം 21-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം തന്നെ അതാണ്. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. നിത്യമായിരിക്കുന്ന ഇനിയുള്ള നിത്യതയെക്കുറിച്ചാണ് ഈ പരാമർശിക്കുന്നത്. ആ പരാമർശിക്കുമ്പോൾ പറയുന്നത് ജാതികൾ തങ്ങളുടെ മഹത്വവും ആയിട്ട് അവിടേക്ക് വരും, ജാതികളുടെ രാജാക്കന്മാർ അവിടേക്ക് വരും എന്ന് പറയുമ്പോൾ ജാതികൾ അവിടെയുണ്ട്. മനുഷ്യരെന്ന പദ്ധതി ദൈവം ഇതോടുകൂടെ അവസാനിപ്പിക്കുകയില്ല, മറിച്ച് മനുഷ്യരെന്ന പദ്ധതി അതിൻ്റെ പൂർണ്ണ ശക്തിയോടെ ഇനി ആരംഭിക്കാനിരിക്കുകയാണ് ദൈവം.
ഇപ്പോൾ പാപനിമിത്തമാണ് നമ്മളിങ്ങനെ അലങ്കോലമായി പോയത്. ആ പ്രശ്നത്തിനെ ഫിക്സ് ചെയ്യാനായിട്ടാണ് ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി കടന്നു വന്നത്. ഇനി അവനിലൂടെ മനുഷ്യവർഗം എന്ന പദ്ധതി ദൈവം മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും. ജാതികൾ എന്നവിടെ പറഞ്ഞിരിക്കുക കൊണ്ട് യഹൂദന്മാരും അവിടെ ഉണ്ടെന്നുള്ളത് വ്യക്തമാണ്. കാരണം 3 കൂട്ടം മനുഷ്യരെയാണ് നമ്മൾ ഈ ബൈബിളിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. 1 യഹൂദന്മാർ, 2 യവനന്മാർ, 3 ദൈവസഭ. ദൈവസഭ നമ്മളാണ്. നമ്മൾ പുനരുത്ഥാന പുത്രന്മാരായി തീരും കർത്താവ് വരുമ്പോൾ. എന്നാൽ ഇവിടെ യഹൂദന്മാർ കാണും, യവനന്മാർ എന്ന് പറഞ്ഞിരിക്കുന്ന നേഷൻസിനെയാണ്, ജാതികളും കാണും. ആ ജനതതികൾ മുന്നോട്ട് പോകും. അങ്ങനെ മനുഷ്യവർഗം ഇനിയും പെറ്റുപെരുകി ഈ പ്രപഞ്ചം മുഴുവൻ നിറയുന്ന വലിയ പദ്ധതിയാണ് ദൈവത്തിൻ്റേത്. അതിനു വേണ്ടിയാണ് ഒരു ക്യാപിറ്റൽ സിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ക്യാപിറ്റൽ സിറ്റിയിലാണ് നമ്മളിരിക്കുവാനും കർത്താവിൻ്റെ ആജ്ഞാനുവർത്തികളായിട്ട് അവൻ്റെ ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ടും പോകുന്നത്. അങ്ങനെ വ്യക്തമായിരിക്കുന്ന പദ്ധതി ദൈവത്തിനുണ്ട് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കരുത്. ഇത് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് പ്രത്യേക പർപ്പസോട് കൂടെ തന്നെ ആണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ നമ്മളുടെ സമയം വൃഥ കളയുന്നവരായിട്ട് നാം തീരും എന്നുള്ളത് നമ്മൾ ഓർക്കുക. മൂന്നാമത്തെ കാര്യം നാം വിഷയത്തോടുള്ള ബന്ധം ചിന്തിച്ചുകൊണ്ടിരുന്നത്, വിശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ഈ ഭൂമിയിൽ വെച്ച് നമ്മൾ ആ വിശുദ്ധീകരണം പ്രാപിക്കുവാൻ ആവശ്യം ഉണ്ട്. നമ്മളുടെ ജീവിതകാലത്ത് നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ മരണക്കിടക്ക എന്ന് പറയുന്ന സ്ഥലത്തായിരിക്കും അത് സംഭവിക്കുക. പക്ഷേ അന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച പറയുകയുണ്ടായി, അങ്ങനെ സംഭവിക്കുമ്പോൾ ഒരു റിഗ്രറ്റ് നമുക്ക് എപ്പോഴും ഉണ്ടാകും. എന്താണ്? നമ്മുടെ കർത്താവിന് വേണ്ടി പ്രയത്നിക്കുവാൻ, പ്രവർത്തിക്കുവാൻ, ഫലപ്രദമായിട്ട് അവനെ സേവിക്കുവാൻ ഒരവസരം എനിക്ക് കിട്ടിയില്ല എന്നുള്ളൊരു പോരായ്മ നമുക്ക് സംഭവിക്കും. ബൈബിളിൽ എഴുതാത്തത് കൊണ്ടല്ല, നമ്മളുടെ അറിവില്ലായ്മ മുഖാന്തരം. പക്ഷേ അറിവില്ലായ്മയെ ദൈവം ഒരിക്കലും ഒരു എക്സ്ക്യൂസായിട്ട് കണക്കാക്കുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഇസ്രായേലിന് യാഗങ്ങൾ കൽപ്പിക്കുമ്പോൾ അറിയാതെ ചെയ്ത പാപത്തിന് അവർ യാഗം കഴിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അറിഞ്ഞു കഴിയുമ്പോൾ അവർ ഉടനെ പോയി യാഗം കഴിക്കണം. കാരണം അറിയായ്മ എന്നുള്ളത് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങളിൽ അറിയായ്മ എന്നുള്ളത് ഒരു എക്സ്ക്യൂസ് അല്ല, അത് നമ്മൾ അറിയേണ്ടത് ആണ്. ദൈവവചനം പഠിക്കുകയും മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. നമുക്ക് 1-2 വാക്യങ്ങളും കൂടി ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ വായിച്ചിട്ട് ഈ വിഷയം വിടാമെന്ന് ഞാൻ കരുതുകയാണ്. 2 കൊരിന്ത്യർ 5:10. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിൽ തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകും. മതി. കഴിഞ്ഞ ആഴ്ച നമ്മൾ 2 ഫിലിപ്പി ലേഖനത്തിൽ നിന്നൊരു കാര്യം വായിക്കുകയുണ്ടായി. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-11 വരെയുള്ള വാക്യങ്ങളിൽ വായിച്ചപ്പോൾ കർത്താവ് എങ്ങനെ തൻ്റെ മഹത്വത്തിലേക്ക് കടന്നു, തൻ്റെ അവകാശത്തിലേക്ക് കടന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. കഷ്ടം സഹിച്ചിട്ട് മഹത്വത്തിലേക്ക് കർത്താവ് കടന്നു. ഈ കഷ്ടം സഹിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ പൂർണ്ണ അനുസരണമുള്ളവനായി അവൻ തീർന്നു. ആ അനുസരണമാണ് കർത്താവിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ള തൻ്റെ കാരണമായിട്ട് തീർന്നത്. താൻ കഷ്ടം അനുഭവിച്ചില്ലായിരുന്നെങ്കിൽ, അനുസരണം പഠിച്ചില്ലായിരുന്നെങ്കിൽ ഈ അനുഗ്രഹങ്ങൾ തനിക്ക് ലഭിക്കുകയില്ല. എന്നാൽ താൻ പൂർണ്ണമായി അനുസരിച്ച് പിതാവിനെ പ്രസാദിപ്പിച്ച് അവൻ മഹത്വത്തിലേക്ക് കടന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി. സകല നാമത്തിന് മേലായ നാമം പുത്രന് നൽകി അവനെ ആദരിച്ചു. ഇനി സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും ഒക്കെ മുഴങ്കാൽ മടങ്ങുകയും യേശു കർത്താവ് എന്ന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഏറ്റു പറയുകയും ചെയ്യേണ്ടി വരും. അത് സുനിശ്ചിതമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദൈവപുത്രന് പോലും സൗജന്യമായിട്ടൊന്നും കിട്ടുന്നില്ല. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ദൈവപുത്രന് പോലും സൗജന്യമായി ഒന്നും കിട്ടുന്നില്ല. അവൻ നേടിയെടുക്കുക തന്നെ വേണം. നമ്മൾ ചിലപ്പോഴൊക്കെ മൂടന്മാരുടെ സ്വർഗത്തിലായിരിക്കാറ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ തട്ടിക്കളിച്ചൊക്കെ ഇങ്ങനെ നടന്നാൽ മതി, അവിടെ ചെല്ലുമ്പോൾ അതൊക്കെ ഇങ്ങനെ വലിയ വലിയ കെട്ട് കിട്ടുമെന്ന് വിചാരിച്ചാൽ പോകുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, അങ്ങനെ സംഭവിക്കുകയില്ല. അതിനാണ് ഞാൻ ഈ വാക്യം വായിച്ചത്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് പ്രപ്പോർഷനേറ്റായിട്ട് തന്നെയേ കിട്ടുള്ളൂ. ഇക്കാര്യത്തിൽ ഒരു എക്സ്ക്യൂസും ദൈവം ചെയ്യുകയില്ല. നമ്മുടെ അറിവില്ലായ്മ മാത്രമാണ്.
അതിനൊരു ഗ്രാൻറ്റും കിട്ടാൻ പോകുന്നില്ല. അറിവില്ലായ്മയാണ്. നമ്മളുടെ ജീവിതത്തെ ദൈവം ആഗ്രഹിക്കുന്ന അളവിലേക്ക് എലിവേറ്റ് ചെയ്യേണ്ടത്, ഉയർത്തേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ദൈവം അതിനാവശ്യമായ സകലവും നമുക്ക് ചെയ്തു തന്നു. പിതാവുമായിട്ട് നമ്മെ നിരപ്പിച്ചു, തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ തന്നു, ദൈവവചനം നമുക്ക് പാതയ്ക്ക് പ്രകാശമായിട്ട് തന്നു, എല്ലാം തന്നു കഴിഞ്ഞു. ഇനി അത് എക്സർസൈസ് ചെയ്യേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. നമ്മളക്കാര്യത്തിൽ വീഴ്ച വരുത്തിയിട്ട് ദൈവസന്നിധിയിലേക്ക് നോക്കിയിരുന്നാലൊന്നും കാര്യം നടക്കുകയില്ല. പ്രിയമുള്ളവരെ, ദൈവമക്കൾ ഈ ദൗത്യം ഏറ്റെടുക്കണം. എങ്ങനെ? ദൈവത്തെ പോലെ പുത്രനെ പോലെ ആയിത്തീരാൻ നമ്മൾ മനഃപൂർവമായി ശ്രമിക്കണം. ദൈവപുത്രനെ പോലെ നാം ആയിത്തീരാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ ദൈവം കൂടുതൽ കൃപകളെ നമ്മുടെ മേൽ പകരും. തൻ്റെ പുത്രനെ ഉയർത്തുക എന്നുള്ളതാണ് പിതാവിൻ്റെ ലക്ഷ്യം. പിതാവാണ് അത് ഒന്നാമത് ചെയ്തത്. സകല നാമത്തിനും മേലായ നാമത്തിൽ അവനെ ആക്കി വെച്ചിരിക്കുക. ഇനി മനുഷ്യർ അവനെ എലിവേറ്റ് ചെയ്യണം. അതാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. നിങ്ങൾക്കറിയാമോ, പഴയ നിയമത്തിൽ യഹോവ എന്ന നാമത്തിലാണ് ദൈവം അറിയപ്പെട്ടിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഏത് നാമമാണ് ദൈവം കൊടുത്തിരിക്കുന്നത്? ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമമില്ല. ആരുടെ നാമം? യേശുവിൻ്റെ നാമമാണ്. അതെന്താ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? പിതാവ് യഹോവ എന്ന പേരിൽ തന്നെ വെളിപ്പെടുത്തിയെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു എന്ന നാമത്തിലാണ് മഹത്വം ഇരിക്കുന്നത്. അതായത് പുത്രനെ പിതാവ് മഹത്വപ്പെടുത്തി. പറയുന്നതിൻ്റെ ആശയം മനസ്സിലായോ? ഇന്ന് യേശുവിൻ്റെ നാമത്തിലാണ് എല്ലാം നടക്കുന്നത്. യേശുവിൻ്റെ നാമത്തിലാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്, അടയാളങ്ങൾ നടക്കുന്നത്, വീര്യപ്രവൃത്തികൾ നടക്കുന്നത്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത്, ഭക്തിയോടെ ജീവിക്കാൻ നമ്മെ സഹായിക്കുന്നത്. ഇതൊക്കെ യേശുവിൻ്റെ നാമത്തിലാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? പിതാവ് അവനെ ഉയർത്തി വച്ചിരിക്കുകയാണ്. നമ്മളും നമ്മുടെ ജീവിതങ്ങൾ കൊണ്ട് ഈ യേശുവിൻ്റെ നാമത്തെ ഉയർത്താൻ കടപ്പെട്ടവരാണ്. നമ്മളത് ചെയ്യേണ്ടതാണ്. നമ്മുടെ കർത്താവിന് യോഗ്യമല്ലാത്ത ഒരു കാര്യവും നമ്മൾ ചെയ്യരുത്. കാരണം ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് വിലയിരുത്തുന്ന നാളിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് തീ കൊണ്ട് വിലയിരുത്തുമെന്ന. തീ കൊണ്ട് കൃത്യം നല്ല ആറ്റിറ്റ്യൂഡോടുകൂടെ ശരിയായ ദൈവത്തോടുള്ള മനോബോധം നിമിത്തം ചെയ്യുന്ന പ്രവൃത്തികൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മൾ എത്രമാത്രം ഉള്ളിൽ മാറ്റം വരേണ്ടതായിട്ട് ഉണ്ട്. എൻ്റെ ഉള്ളം ശരിയല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ വേസ്റ്റാണ്. നമ്മുടെ ഉള്ളത്തെ എങ്ങനെയാണ് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുക? ദൈവഭക്തി കൊണ്ട് മാത്രമേ അത് മാറുകയുള്ളൂ. മറ്റെല്ലാം പുറത്ത് കാണിക്കുന്നതൊക്കെ വെറും പ്രഹസനങ്ങളാണെന്ന് ദൈവം വെളിപ്പെടുത്തുന്ന നാളിൽ വെളിപ്പെട്ട് വരും. അന്ന് അനേകരുടെ പ്രയത്നങ്ങൾ കത്തി ചാമ്പലായി പോകും. എൻ്റെ ദൈവമക്കളെ, പേടിക്കണം. നമ്മൾ ശരിക്കും പേടിക്കണം. കാരണം ഒരായുസ് മുഴുവൻ പല രീതിയിൽ നമ്മൾ അധ്വാനിച്ചിട്ട് ഫലമില്ലാതെ പോയാൽ എന്ത് കാര്യം? അതുകൊണ്ട് നമ്മളുടെ പ്രവൃത്തികൾ നാം ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ നിരപ്പിക്കുന്നത് ഏറെ ഉചിതമായിരിക്കും. റോമർ 8:17 നമുക്ക് വായിക്കാം. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികൾ, ക്രിസ്തുവിന്റെ കൂട്ടാവകാശികളും തന്നെ. നാം അവനോട് കൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോട് കൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. ഈ വാക്യത്തിന്റെ ആദ്യ ഭാഗം നമ്മൾ നന്നായിട്ട് അറിയുന്നതാ. ഏതാ? നമ്മൾ മക്കളെങ്കിലോ അവകാശികളാണ്, ക്രിസ്തുവിന്, ദൈവത്തിന്റെ അവകാശികൾ ക്രിസ്തുവിന് കൂട്ടവകാശികളുമാണ്. അത് സത്യമാണ്. പക്ഷേ അതിന് ശേഷം ഒരു വാക്യം എഴുതിയിട്ടുണ്ട്, അതും കൂടെ നമ്മളൊന്ന് വായിക്കണം. അതെന്താണ്? നാം അവനോട് കൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോട് കൂടെ കഷ്ടമനുഭവിച്ചാലത്രേ. കഷ്ടത്തിൽ കൂടെ തന്നെ മഹത്വത്തിൽ പോവുകയുള്ളെന്ന് ഇവിടെയും കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. കാരണം കർത്താവായ യേശു ക്രിസ്തു കഷ്ടം സഹിച്ചിട്ട് മഹത്വത്തിലേക്ക് കടന്നവനാണ്. നമ്മൾ ഭക്തിയോടെ ജീവിക്കുമ്പോൾ, അങ്ങനെ തന്നെയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, ഭക്തിയോടെ ജീവിക്കാൻ ഇച്ഛിക്കുന്ന ഏവർക്കും കഷ്ടമുണ്ടാകും. കാരണം നമ്മൾ പലപ്പോഴും പലയിടത്തും അക്സെപ്റ്റബിൾ ആയിരിക്കുകയില്ല. കോംപ്രമൈസ് ചെയ്യുന്നവനായിരിക്കും ആക്സെപ്റ്റബിൾ. കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് നോർക്കുക. നിങ്ങൾ കോളേജിൽ പഠിക്കുകയോ സ്കൂളിൽ പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാർ അതും ഇതൊക്കെ സെലിബ്രേറ്റ് ചെയ്യും. എനിക്കത് പാടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടവരായി തീരും.
പക്ഷെ അതാണ് കഷ്ടം. ആ കഷ്ടത്തിൽ നിങ്ങൾ പങ്കാളികളായി തീരുമ്പോൾ അത് നിങ്ങളുടെ മഹത്വത്തിനായിട്ട് തീരും. അതുപോലെ ജോലി സ്ഥലത്ത് ചില ജോലികളൊക്കെ നമുക്ക് ചിലപ്പോൾ വേണ്ടാന്ന് തന്നെ വെക്കേണ്ടി വരും. നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത പലതും ചെയ്യുവാനായി പ്രേരണകൾ വരുമ്പോൾ പറ്റില്ല എന്ന് പറയണമെങ്കിൽ ഒരു ഭക്തന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ, അല്ലാത്തവൻ കോംപ്രമൈസിയോടെ. പക്ഷെ നമ്മുടെ പ്രയത്നങ്ങൾ വൃഥാവായി പോകാനായിട്ട് ഇടയാകും. പ്രിയമുള്ളവരെ, നമ്മൾ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ മാത്രമേ അവനോടുകൂടെ തേജസ് പങ്കിടാൻ ഇടയാകുകയുള്ളൂ. മക്കളാണ്, കൂട്ടവകാശികളാണ്, അതൊക്കെ ശരിയാ. പക്ഷെ അത് നമ്മൾ കരസ്ഥം ആക്കണം, നമ്മളുടെ കരത്തിലേക്ക് കൊണ്ടുവരണം, നമ്മൾ നേടിയെടുക്കണം. മോശെ മരിച്ച യോശുവയുടെ കാലഘട്ടത്തിൽ യോശുവ കുറച്ച് യുദ്ധങ്ങളൊക്കെ നടത്തി. അത് കഴിഞ്ഞിട്ട് ഇസ്രായേൽ മക്കൾക്ക് എല്ലാം വിഭാഗിച്ചു കൊടുക്കണം നേരായപ്പോൾ ഇവർ അനക്കൊന്നുമില്ല, അങ്ങനെ ഇരിപ്പാ. അവരങ്ങനെ വെറുതെ ഇരിപ്പാ. അപ്പോൾ യോശുവ പറയുന്നുണ്ട്, നിങ്ങൾ എന്തെങ്ങനെ വെറുതെ ഇരിക്കുന്നത്? പോയി സ്ഥലം കണ്ടുപിടിച്ച് നിങ്ങളുടെ അവകാശത്തിന് വേണ്ടിയിട്ടുള്ളത് ചെയ്യാൻ പറഞ്ഞു. വിചാരിച്ചിട്ട് ഇങ്ങനെ എല്ലാം സ്പൂൺ ഫീഡ് ചെയ്ത് കിട്ടുമെന്നാണ്. അവകാശം പ്രാപിക്കുക. ദൈവമക്കളും ഇങ്ങനെ തന്നെ ഇപ്പം ഇരിക്കുന്നത്, ഒക്കെ സ്പൂൺ ഫീഡ് കിട്ടുമെന്നും പറഞ്ഞായിരിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു സ്പൂൺ ഫീഡും കിട്ടില്ല. അവകാശമാക്കുക. അങ്ങനെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, അവകാശമാക്കുക. അത് അവകാശമാക്കണമെങ്കിൽ ആദ്യമേ നമ്മളുടെ വ്യക്തി ജീവിതങ്ങളെ നാം മാറ്റി ദൈവത്തിൻ്റെ പ്രസാദമുള്ള വിശുദ്ധ പാത്രങ്ങളാക്കി നമ്മെ തീർക്കണം. എങ്കിൽ ദൈവം നമ്മെ എടുത്ത് ഉപയോഗിക്കുവാൻ ശരിയായിട്ട് തുടങ്ങും. നമ്മുടെ പ്രവൃത്തികളൊക്കെയും ദൈവസന്നിധിയിൽ പ്രതിഫലമുള്ളതായിരിക്കും. അങ്ങനെയൊക്കെ പറയുമ്പോൾ അതെന്ത് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് ചോദിക്കും. ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ദൈവത്തിന് ഒരു ആരാധന കഴിക്കുന്നത് പോലെ ആണ് നമ്മുടെ എല്ലാ സേവനങ്ങളും. സഹോദരിമാരിപ്പോൾ ഭവനത്തിൽ വരുന്ന ഒരു സഹോദരനോ സഹോദരിയോ ഒരു കുടുംബമോ ആരെങ്കിലും ഒന്ന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി അവരെ ഒന്ന് ഭക്ഷണം ഒരുക്കാനായിട്ടുള്ള ഒരു പ്രക്രിയ നിങ്ങൾ ഏർപ്പെടുകയാണ്. അതൊരു ആരാധനാ മനോഭാവത്തോടുകൂടെ ചെയ്താൽ, കർത്താവേ, പ്രാർത്ഥിച്ചിട്ട് ആരംഭിക്കുക, കർത്താവേ, ഇത് നിനക്ക് വേണ്ടി എന്നെ മികച്ച രീതിയിൽ ചെയ്യാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് അതിലെ ഓരോ കാര്യങ്ങളും ദൈവത്തിന് അർപ്പിക്കുന്ന ഒരു ആരാധന പോലെ, ഒരു സേവനം പോലെ നിങ്ങളത് ചെയ്യുമ്പോൾ ആ ആരാധനയെ ദൈവം സ്വീകരിക്കുന്നു. നിങ്ങൾക്ക് പ്രതിഫലവും കിട്ടും. മറിച്ച് വെറുപ്പോടെ ചെയ്താലോ ഒന്നും കിട്ടില്ല. വന്നവർ ശാപ്പടടിച്ച് പോവുകയും ചെയ്യും, നിങ്ങൾക്കൊരു പ്രതിഫലവും കിട്ടില്ല. നമ്മളുടെ എല്ലാ പ്രവൃത്തികളും അങ്ങനെ തന്നെയാണ്. സഭായോഗത്തിന് നാം കടന്നു വരുമ്പോൾ ഒരുക്കമുള്ള ഹൃദയത്തോടെ കൂടെ കടന്നു വന്ന് കർത്താവിന് ആരാധന അർപ്പിക്കണം. അതായിരിക്കണം നമ്മുടെ മൈൻഡ്. കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ശരിയാണെങ്കിൽ ആരെയും ഒരു ശുശ്രൂഷയ്ക്ക് നിർബന്ധിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ചടചടാന്ന് പറഞ്ഞ് എഴുന്നേക്കും. കാരണം ഒരുക്കി കൊണ്ടുവന്നിരിക്കുന്നത് ദൈവത്തിന് അർപ്പിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു ഹൃദയം മനുഷ്യന് ഉണ്ടായിരിക്കും. അടിസ്ഥാന പ്രശ്നം നമ്മളുടേത് എന്താണെന്ന് ചോദിച്ചാൽ, ഭക്തി അകത്തില്ല, ദൈവത്തോടുള്ള ഭയം നമുക്കില്ല. അതാണ് അടിസ്ഥാന പ്രശ്നം. ആ പ്രശ്നമാണ് നാം പരിഹരിക്കേണ്ടത്. അത് പരിഹരിച്ചില്ല എങ്കിൽ ദൈവസന്നിധിയിൽ നിൽക്കുന്ന നാളിൽ നമ്മൾ അവകാശങ്ങൾ ധാരാളമായി പ്രാപിക്കുകയില്ല. അപ്പോസ്തലനായ പത്രോസ് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യത്തോട് അങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം അത് എഴുതി അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്, ഇങ്ങനെ ഇല്ലാത്തവൻ ക്രിസ്തു ദൃഷ്ടിയുള്ളവനാണ്, കുരുടനാണ്. എന്നാൽ ഇത് നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ അവൻ്റെ രാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്, ധാരാളമായി പ്രാപിക്കും. എന്താ ഈ ധാരാളമായി പ്രാപിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മളുടെ അവകാശങ്ങൾ നമുക്ക് സമൃദ്ധിയായി ലഭിക്കും. ധാരാളം ശുശ്രൂഷകൾ നമുക്കവിടെ ലഭിക്കും. ധാരാളം അവകാശങ്ങൾ നമുക്കവിടെ ലഭിക്കും. ധാരാളം സേവനത്തിനുള്ള സാധ്യതകൾ ലഭിക്കും. അത് നമ്മൾ ഇവിടെ വെച്ചേ ഉറപ്പാക്കണം. അവിടെ ചെന്നിട്ടല്ല അത് ഉറപ്പാക്കേണ്ടത്, അത് ഇവിടെ വെച്ച് നാം ഉറപ്പാക്കണം. അതാണ് നമുക്കുള്ള വിളിയുടെ പ്രത്യേകത. റോമർ 8:17 നമ്മൾ വായിച്ചു. ദാനിയേൽ 12:3. ദാനിയേൽ 12:3. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെ പലരെയും നീതിയിലേക്ക് തിരിക്കുക, നക്ഷത്രങ്ങളെ പോലെ എന്നും എന്നേക്കും പ്രകാശിക്കും. നമുക്കറിയാവുന്ന വാക്യമാണ്.
ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. നമുക്ക് തരുവാനുള്ള തേജസ്സിൻ്റെ ഒരു ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. ബുദ്ധിമാന്മാർ ആരാണ്? ബുദ്ധിമാന്മാർ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന കാലം തൻ്റെ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സേവിക്കുന്നവർ ആണ്. നമ്മൾ നമ്മുടെ ജീവിതത്തെ കർത്താവിനോട് അനുരൂപമാക്കി തീർക്കുമ്പോൾ നമ്മൾ ബുദ്ധിയുള്ള മക്കളായിരിക്കും. പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അനേകരെ സത്യത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്ന, സുവിശേഷം പറയുന്നത് മാത്രമല്ല ഇതിൻ്റെ അർത്ഥം, സത്യത്തിൽ നടക്കുവാൻ മനുഷ്യരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന, ശക്തീകരിക്കുന്ന അവർ അവിടെ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും. എത്ര കാലം? എന്നും എന്നേക്കും. ആ വാക്ക് ശ്രദ്ധിക്കണം, എന്നും എന്നേക്കും. ഇവിടെ വെച്ച് നാം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അനുസരിച്ചിട്ടാണ് അവിടെ തേജസ്സൊക്കെ ദൈവം നൽകാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷ്മതയുള്ളവരായി നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത് ആവശ്യമാണ്. വെളിപ്പാട് 21:7. വെളിപ്പാട് 21:7. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. മതി. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ജയിക്കണം. ഞാൻ അവന് ദൈവമായിരിക്കും, അവൻ എനിക്ക് മകൻ ആയിരിക്കും. നമ്മൾ സ്ഥാനപരമായി മക്കളാണ്, അത് ആരും കവർന്നെടുക്കുകയില്ല. പക്ഷേ ആ മകൻ്റെ പ്രിവിലേജസ് നമുക്ക് കിട്ടുന്നത് ജയിക്കുമ്പോഴാണ്. നമ്മൾ ജയിക്കണം. അത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന വിഷയമാണ്. എബ്രായർ 12:14. അത് നമ്മൾ മുമ്പേ ചിന്തിച്ച വാക്യമാണെങ്കിലും ഞാൻ ജസ്റ്റ് റെഫറൻസിന് വേണ്ടി വായിക്കുന്നതേ ഉള്ളൂ. എല്ലാവരോടും സമാധാനമാചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. മതി. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. നമ്മുടെ ഉത്സാഹം ശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിലായിരിക്കട്ടെ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. അവസാനമായിട്ട് ഈ ഭാഗത്തെ വാക്യം 1 കൊരിന്ത്യർ 11:31, 32 വായിക്കാം. നാം നമ്മെ തന്നെ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുകയില്ലയോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാണ്. മതി. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല, ദൈവത്താൽ വിധിക്കപ്പെടുകയില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതാണ്. എന്നാൽ ദൈവം നമ്മെ വിധിക്കുവാൻ ഇടവന്നാൽ ദൈവം ബാലശിക്ഷ കഴിക്കുവാൻ ഇവിടെ വെച്ച് തന്നെ ഇടയാകും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ബാലശിക്ഷ വാങ്ങുന്നവരായി തീരാതെ കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന നല്ല മക്കളായിട്ട് ജീവിക്കുവാൻ നമുക്ക് ആവശ്യമുണ്ട്. കാരണം ബാലശിക്ഷ എന്ന് പറയുന്നത് ഒരിക്കലൊരു നല്ല കാര്യം അല്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച പറയുകയുണ്ടായി, ബാലശിക്ഷ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ഗോ അപ് ടു ഡെത്ത്, മരണം വരെ പോകാം. ബലഹീനരും രോഗികളും അനേകരും നിദ്ര കൊള്ളുന്നവരും അവിടം വരെയൊക്കെ പോകാം ദൈവത്തിൻ്റെ ബാലശിക്ഷ. കണ്ടിന്യൂസായിട്ട് ദൈവം തൻ്റെ വചനം നൽകിയിട്ടും അതിനോട് പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യാതെ, ഫെയ്ത്ത്ഫുൾ അല്ലാതെ ജീവിതം നയിക്കുന്നവർക്ക് പിന്നെ അധികം ഓപ്പർച്യൂണിറ്റി ഒന്നും ദൈവം നൽകുകയില്ല. ദൈവം പേര് വെട്ടിക്കളയും. പക്ഷേ അതിനു മുമ്പേ അവന് ശിക്ഷയും കൊടുക്കും. നമ്മളിങ്ങനെയുള്ള ഒരു കാറ്റഗറിയിൽ വരാതിരിപ്പാൻ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നാൾ സമീപിക്കുന്നെന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യുന്നവരായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ നമ്മൾ ദൈവഭക്തിയുടെ ആത്യന്തിക ലക്ഷ്യം എന്നുള്ളത് എന്താണെന്ന് കണ്ടു. ഇനി ഈ വിഷയം പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാം. ദൈവഭക്തി എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ ക്രിസ്തീയ സഭകൾക്കൊരു ഉത്തരവാദിത്വം ഉണ്ട്. അത് പറയാതെ പോകുന്നത് ശരിയല്ല. സഭകൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. കാരണം ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഈ സഭ എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ കർത്താവിനെ പോലെ മോൾഡ് ചെയ്തെടുക്കുവാൻ ദൈവം വെച്ചിരിക്കുന്ന പ്ലാറ്റ്ഫോം, സ്ഥാപനം. അതുകൊണ്ട് ദൈവസഭയായിരിക്കണം വ്യക്തികളെ മോൾഡ് ചെയ്യുവാനായിട്ട് ഇടയാക്കേണ്ടത്. ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത് വരെ, അത് നമ്മൾ ഇനി പുറകാലം ഞാൻ പഠിപ്പിക്കും, എന്നിരുന്നാലും പറയുക, രക്ഷിക്കപ്പെടുന്നത് വരെ പാരൻസിൻ്റെ ഉത്തരവാദിത്തമാണ് അവനെ സത്യത്തിൽ നടത്തുക എന്നുള്ളത്. പക്ഷെ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് എന്ത്? ദൈവസഭ.
രക്ഷിക്കപ്പെട്ട വ്യക്തിയെ വളർത്തിക്കൊണ്ടുവരുവാനും കർത്താവിന് പ്രസാദമുള്ള മക്കളായി തീർക്കുവാനുമുള്ള ഉത്തരവാദിത്തം ദൈവസഭയ്ക്കുണ്ട്. പക്ഷേ ഞാൻ ഈ കാലം മുഴുവൻ ജീവിച്ചിട്ട് ഒരു വിശ്വാസിയായി ഞാൻ തീരുന്നത് 19 വയസ്സുള്ളപ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്. ഈ 19 വയസ്സ് തൊട്ട് ഇപ്പം എനിക്ക് 58 വയസ്സ് കഴിഞ്ഞു. ഇത്രയും കാലഘട്ടത്തിൽ ഒരാളും ദൈവഭക്തി എങ്ങനെ അനുഷ്ഠിക്കണം എന്ന കാര്യം എന്നെ പഠിപ്പിച്ചില്ല. ഞാൻ ആരെയും കുറ്റമായിട്ട് പറയല്ല. ഇക്കാര്യത്തിൽ കാര്യമായ ഒരു ബോധ്യവും ദൈവസഭയ്ക്കില്ല. ഇതുകൊണ്ടുണ്ടാകുന്ന പരിണിത ഫലം എന്താണെന്ന് അറിയാമോ? പാപത്തെ അതിജീവിച്ച് കർത്താവിന് പ്രയോജനമുള്ള മക്കളായി ജീവിക്കുവാനായിട്ട് നല്ല പ്രായത്തിൽ പലർക്കും സാധിക്കാതെ പോകുന്നുണ്ട്. യൗവനക്കാരായിരിക്കുമ്പോഴാണ് ദൈവഭക്തന്മാരായി തീരേണ്ടത്. അതെന്താണെന്ന് ചോദിച്ചാൽ, ദൈവഭക്തന്മാരെ കുറിച്ച് ബൈബിൾ പറയുന്നത് അവരെ എഴുതി കഴിഞ്ഞാൽ കൃത്യസ്ഥലത്തിരിക്കുമെന്നാണ്, അല്ലേ? അനുഗ്രഹിക്കപ്പെട്ട പുരുഷനെ കുറിച്ച് പറയുമ്പോൾ അവൻ നഗരവാതിൽക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ, ഈ യൗവനക്കാർ എന്തും ചെയ്യാൻ ശക്തിയുള്ളവരാണ്. പ്രായം ചെന്ന് കഴിയുമ്പോൾ അത്രയും ശക്തി ഒന്നും പിന്നെ നമുക്ക് ഇല്ല. കാരണം കൂടെ നടക്കാൻ കുറേ രോഗങ്ങൾ എപ്പോഴും കാണും, അല്ലേ? കുറേ ഗുളികയും. യൗവനക്കാരായിരിക്കുമ്പോൾ വളരെ പൊട്ടൻഷ്യൽ ഉള്ളവരവർ. പക്ഷേ ദുഃഖകരമായിരിക്കുന്ന ഒരു സത്യം, യൗവനത്തിലാണ് ഏറ്റവും അധികം യുദ്ധം നമുക്ക് ആത്മീയമായിട്ടുള്ളത്. കാരണം ആ പൊട്ടൻഷ്യൽസ് പിശാചിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇവരെങ്ങനെയെങ്കിലും ഒതുക്കി വെക്കാനായിട്ടുള്ള പരിപാടികൾ അവനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ഒരു യൗവനക്കാരനെ ദൈവഭക്തനായി ജീവിക്കുവാൻ ശരിയായി അഭ്യസിപ്പിച്ചാൽ സഭയ്ക്ക് കിട്ടാവുന്ന മികച്ച ആയുധങ്ങളായിരിക്കും അവർ. പക്ഷെ അതങ്ങനെ നടക്കാറില്ല സാധാരണ. അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മുടെ സഭകളിൽ അനേക ആൾക്കാരുണ്ട്, പക്ഷേ പ്രവർത്തനക്ഷമമുള്ള ആൾക്കാരുടെ എണ്ണം തുലവും തുച്ഛമാണ്. അതാണ് വാസ്തവം. ഇതൊരു ദുര്യോഗമാണ് നമ്മുടെ. ഇതൊന്ന് മാറ്റേണ്ട ഒരു കാര്യം ആണ്. നമ്മളുടെ മക്കളെ അവരെങ്ങനെ ജീവിക്കണമെന്ന് അവരെ ആ രീതിയിൽ പഠിപ്പിച്ച് സത്യത്തിൻ്റെ പാതയിൽ അവർ നടക്കുന്നതെന്ന് ഉറപ്പുവരുത്തുവാൻ, ഭക്തന്മാരായി ജീവിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുവാൻ സഭയ്ക്ക് ധാരാളം ഉത്തരവാദിത്തം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കരുത്. ഇതില്ലാതെ പോകുന്നതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ദൈവഭക്തി അല്ലെങ്കിൽ ആത്മീയത്വം എന്ന് വ്യാജമായി പേർ പറയുന്ന പല വൈകാരികമായിരിക്കുന്ന കാര്യങ്ങളിലേക്ക് ഇവർ ചെന്ന് വീഴുകയാണ്. ഒന്നാമത്തെ കൂട്ടർ ഞാൻ പറയുന്നത് മനസ്സിലായല്ലോ. ഭയങ്കര പാട്ട്, ഭയങ്കര ബഹളം, വർഷിപ്പ്. ഈ അമേരിക്കയിലെ ഏറ്റവും വലിയ വർഷിപ്പ് സെന്റേഴ്സ് എന്ന് പറയുന്ന പല ചർച്ചസും ഫ്ലോപ്പാണെന്നുള്ളതാണ് അവിടെ ഉള്ളവർ തന്നെ പറയുന്നത്. ഈ ചാട്ടം തുള്ളലും അല്ലാതെ അതിനകത്ത് അവരെ ലീഡ് ചെയ്യുന്നവർക്ക് യാതൊരു നിങ്ങൾക്കറിയാമല്ലോ, ഹിൽ സോങ് എന്നൊക്കെ പറയുന്ന പാട്ട് സംഘമൊക്കെ പ്രവർത്തിക്കുന്ന കാലിഫോർണിയയിലെ വലിയ ചർച്ചസൊക്കെ മെഗാ ചർച്ചസാണ്. നിസ്സാരക്കാരൊന്നുമല്ല, അവിടെ എണ്ണം ഭയങ്കരമാണ്. പക്ഷേ ഭയങ്കര കറപ്ഷനും അനീതിയുമുള്ള ഇടങ്ങളാണ് അതൊക്കെ. ഇതിൻ്റെ അർത്ഥം എന്താണ്? പുറത്തുനിന്ന് നോക്കുന്നവന് കാണുമ്പോൾ ഇതൊക്കെ വലിയ ആത്മീയത ആണ്, പക്ഷെ അകത്തൊന്നും ഇല്ല. യൗവനക്കാർ തെറ്റിപ്പോകുന്നതിനെ കുറിച്ച് ഞാൻ പറയുന്നത്, അവർക്ക് വേണ്ട സാറ്റിസ്ഫാക്ഷൻ അവരുടെ ജീവിതത്തിൽ ലഭിക്കുന്നില്ല. സാറ്റിസ്ഫാക്ഷൻ എന്ന് ഞാൻ പറയുമ്പോൾ ഭൗതികമായ സാറ്റിസ്ഫാക്ഷനെ കുറിച്ചല്ല ഞാൻ അർത്ഥമാക്കുന്നത്. എൻ്റെ കർത്താവുമായിട്ട് എനിക്ക് ശരിയായ ബന്ധമുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിലെ മനുഷ്യൻ എപ്പോഴും ആനന്ദിച്ചു കൊണ്ടേ ഇരിക്കും. എന്താണ്? ധാന്യവും വീഞ്ഞും വർദ്ധിച്ചതിലും അധികം സന്തോഷം എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കും എൻ്റെ കർത്താവുമായിട്ടുള്ള എൻ്റെ ബന്ധം ശരിയാണെങ്കിൽ. ഇവർക്ക് ഇക്കാര്യത്തിൽ വീഴ്ച വരികയാണ്. അപ്പോൾ ഇവരിങ്ങനെ നടക്കുകയാണ് അവിടെ ഇവിടെയൊക്കെ. എവിടെ ഒത്തിരി സന്തോഷം കിട്ടുക? അപ്പോൾ പാട്ട്, ചാട്ടം, ഭയങ്കര ഒരു ത്രില്ലൊക്കെ ആ സമയത്ത് കാണും. കാരണം നമുക്കറിയാലോ, നമ്മൾ ഇത്തിരി ഉച്ചത്തിൽ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞാൽ, എല്ലാവരും കൂടെ നിന്നൊക്കെ പാടിക്കഴിഞ്ഞാൽ ഒരു അനുഭൂതിയൊക്കെ ഉണ്ടാകും. അനുഭൂതി അല്ലേ? ആ അനുഭൂതി ഇവർ വിചാരിക്കുന്നത് അതാണ് സ്പിരിച്വാലിറ്റി എന്നാണ്. തെറ്റിപ്പോയി. ആ അനുഭൂതി പാട്ട് നിൽക്കുന്നതോടുകൂടെ തീർന്നു പോകും.
യഥാർത്ഥ അനുഭൂതി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോഴുണ്ടാകുന്ന അനുഭൂതിയാണ്. അവനുമായിട്ട് എൻ്റെ ബന്ധം ശരിയാണെങ്കിൽ, എൻ്റെ കർത്താവുമായിട്ട് എനിക്ക് യഥാർത്ഥ ബന്ധമുണ്ടെങ്കിൽ, അതാണ് എൻ്റെ യഥാർത്ഥ അനുഭൂതി, അതാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയത്വം. അത് മനസ്സിലാക്കാൻ ഈ യൗവനക്കാർക്ക് കഴിയാതെ പോകുന്നതുകൊണ്ട് പലരും തെറ്റായ സഭകളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണ്. മറ്റു ചിലർ ചെന്നെത്തുന്നത് ദുരുപദേശങ്ങളിലാണ്. അവർക്ക് സത്യോപദേശം എന്താണെന്ന് ശരിക്കും അറിഞ്ഞുകൂടാ. ദുരുപദേശങ്ങളുടെ കുഴിയിൽ ചെന്ന് കിടക്കുകയാണ്. അങ്ങനെ നശിച്ചു പോകുന്ന യൗവനക്കാരുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ആശയം, മറ്റു ചിലർ ഇതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഒരു യൗവനക്കാരൻ പറഞ്ഞതാ. അവൻ ഐ ബിലീവ് ഹീ ഈസ് എ ഫെയർ പേഴ്സൺ കമ്പയർഡ് ടു മെനി. അതെന്താണെന്ന് ഞാൻ പറയാം. അവൻ പറഞ്ഞു, ചെറുപ്പം മുതൽ ഇതൊക്കെ തന്നെയാണ് കാണുന്നത്. അവനിപ്പോൾ വിശ്വാസത്തിലല്ല കേട്ടോ, ദുഃഖകരമാണത്. ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും പലപ്പോഴും അവനെ എൻകറേജ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവൻ പറയാം, ചെറുപ്പം മുതൽ ഇതാ കാണുന്നത്. ഇന്നാരും എഴുന്നേറ്റ് എന്താ പ്രസംഗിക്കാൻ പോണെന്ന് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. പുള്ളി പറഞ്ഞ വാക്കുകളാണ്. പറഞ്ഞ മനസ്സിലായല്ലോ. സ്ഥിരം ഇത് തന്നെയാണ് കാണുന്നത്. ഇന്നാര് എഴുന്നേറ്റ് എന്താ പറയാൻ പോണെന്ന് ഞാൻ പറഞ്ഞുതരാം. അവൻ രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ ഏറ്റു പറഞ്ഞതാ. പക്ഷെ അവൻ പറയാം, ഞാനതൊക്കെ ഏറ്റു പറഞ്ഞതേ ഉള്ളൂ, എൻ്റെ ഉള്ളിൽ യാതൊരു ദൈവഭയവും ഇല്ല, അല്ലെങ്കിൽ ഞാൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. അവനത് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു ഹീസ് എ ഫെയർ പേഴ്സൺ കമ്പയർഡ് ടു മെനി എന്ന്. എന്നിട്ട് അവൻ പറയുക, എന്നെ പോലുള്ള അനേകരുണ്ട്, പക്ഷെ അവരൊക്കെ എന്തപ്പോൾ നമ്മളിതൊക്കെ പറഞ്ഞിട്ട കാര്യം, ഇവിടേക്ക് അങ്ങ് കൂടി പോവുക എന്നുള്ള മനോഭാവത്തോടു കൂടെ കൂടിപ്പോവുകയാണ്. വാസ്തവത്തിൽ അവർ കർത്താവിനെ അറിഞ്ഞിട്ടില്ല. എന്ന സ്നാനപ്പെട്ടവരാ. എൻ്റെ പ്രിയമുള്ളവരെ, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്ന് പറയുമ്പോൾ ആദ്യം നടക്കേണ്ട കാര്യം ആദ്യം നടക്കണം. യേശു കർത്താവായിട്ട് നിന്റെ മുമ്പിൽ വെളിപ്പെടണം. ഇല്ല എങ്കിൽ നിന്റെ വിശ്വാസത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. ഇത് ഏറ്റു പറഞ്ഞാൽ നീ ഓട്ടോമാറ്റിക്കായിട്ട് സ്വർഗത്തിൽ പോകുമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ എൻ്റെ പ്രിയ സഹോദര സഹോദരി, നിനക്ക് തെറ്റുപറ്റി. ഇറ്റ് ഈസ് നോട്ട് മിയർ വേർഡ്സ്. അത് വെറും വാക്കുകളല്ല. യേശുവിനെ ഞാൻ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റു പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ അത് അർത്ഥമാക്കിയിരിക്കണം. ഇല്ല എങ്കിൽ അത് വെറും അതര ചർവണം മാത്രമാണ്. ഈ തെറ്റിൽ ധാരാളം കുഞ്ഞുങ്ങൾ വീണു പോകുന്നുണ്ട്. അവർക്കറിയില്ല പിന്നെ എങ്ങനെ ജീവിക്കേണ്ടത്. ഏറ്റു പറഞ്ഞു, കൈ പിടിക്കാൻ ആരുമില്ല. കുറേ ട്രൈ ചെയ്യും, നടക്കുന്നില്ല. കുറേ പാപത്തിൽ വീഴും, എഴുന്നേറ്റ് പിന്നെ നടക്കാൻ നോക്കും, നടക്കുന്നില്ല. സന്തോഷമില്ല, സമാധാനമില്ല. പിന്നെ അവർ ലോകത്തിലേക്ക് അങ്ങിറങ്ങി പോവുകയാണ്. ഇത് നമ്മുടെ മധ്യേ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എവിടെയാ പ്രശ്നമെന്നറിയാമോ? നമ്മൾ പലരെയും രക്ഷിക്കപ്പെടുത്തുകയാണ്. വാസ്തവത്തിൽ അവർക്കൊരു കൺവിക്ഷനും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. രക്ഷിക്കപ്പെടുത്തുകയാണ്. എന്നിട്ട് കുറെ കൽപ്പനകൾ പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ ചെയ്താൽ മതി, സഭായോഗത്തിന് വരണം, അപ്പം നുറുക്കണം, നീ ഇടയ്ക്കൊന്ന് പ്രാർത്ഥിക്കണം, ഒന്ന് വചനം പറയാനായിട്ട് പഠിക്കണം. കുറെ കൽപ്പനകൾ പഠിപ്പിച്ചു കൊടുത്തു. അതൊക്കെ അവർ ചെയ്യും. പക്ഷെ സന്തോഷമില്ല. അതെന്താ? അവരുടെ ഉള്ളിൽ കർത്താവ് വാഴുന്നില്ല. അവർക്ക് ആത്മാവിൽ സന്തോഷമില്ല. കുറെ കഴിയുമ്പോൾ അവർ മടുത്ത് വിട്ടുപോവുകയാണ്. റിയൽ പ്രോബ്ലം ദൈവഭക്തന്മാരായി തീരുന്നില്ല എന്നുള്ളതാണ്. ദൈവഭക്തി അഭ്യസിപ്പിക്കേണ്ടതാണ് അവരെ കൊണ്ട്. അതിന് ആദ്യമായിട്ട് യേശുവിൻ്റെ കർത്തൃത്വത്തെ ശരിയായ രീതിയിൽ അവർ അംഗീകരിക്കണം. ഇത് സംഭവിക്കാതെ ഇരുന്നാൽ ഞാൻ പറയാം, കുറച്ച് കാലമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ സഭകളൊക്കെ ഫുള്ളായിരിക്കും, പക്ഷേ വിശ്വാസം കണ്ടെത്തുകയില്ല. പ്രവൃത്തികൾ ധാരാളം ഉണ്ടാകും, വിശ്വാസം കണ്ടെത്തില്ല. അവിടെ പ്രശ്നം വരാൻ പോകുന്നത്. കാരണം ഈ പ്രവൃത്തികളൊക്കെ ചെയ്യാൻ ആരെ കൊണ്ടും സാധിക്കും. ഇത് വലിയ ഒരു ചലഞ്ച്, ഒരു വെല്ലുവിളി ആണ്, ഒരു ആപത്തുമാണ്. അതുകൊണ്ട് നമ്മൾ ദൈവഭക്തന്മാരായി ജീവിക്കുവാൻ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കണം. എങ്ങനെ ദൈവഭക്തി അവരുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാം എന്നുള്ളത് അവരെ പരിശീലിപ്പിക്കേണ്ടത് ആവശ്യമാണ്.
പുതുതലമുറയെ ഈ ഒരു വിഷയത്തിൽ ഫോക്കസ് ചെയ്യാനായിട്ട് അനുവദിക്കാതെ കുറേ കൽപ്പനകളും ചട്ടങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതുകൊണ്ട് രഹസ്യ ജീവിതത്തിൽ ഒരു സന്തോഷം അവർക്കില്ല. കൈ പിടിക്കാൻ ആരും കൂടെയും ഇല്ല. ഇതാണ് ഇന്നത്തെ അവസ്ഥ. പല അളവിൽ വളരെ ക്ലോസ് ആയിട്ട് സംസാരിക്കുമ്പോഴാണ് അവരതൊക്കെ വെളിപ്പെടുത്തുക, അല്ലെങ്കിൽ ഒന്നും മിണ്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, സ്നാനപ്പെട്ട, എനിക്കൊരു ഇമേജ് ഉണ്ടല്ലോ എല്ലാവരുടെയും മുമ്പിൽ. ആ ഇമേജ് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അവൻ്റെ റിയൽ പ്രോബ്ലം അവൻ തുറക്കില്ല, അല്ലെങ്കിൽ അവൾ തുറക്കില്ല. ഭയങ്കര ആപത്താണത്, ഭയങ്കര ആപത്താണത്. ഞാൻ ഇനി പഠിപ്പിച്ച് വരുമ്പോൾ ആ കാര്യങ്ങൾ കുറച്ചുകൂടെ ഞാൻ പങ്കുവയ്ക്കാം. മാതാപിതാക്കന്മാർക്ക് വലിയ റോളുണ്ട്, സഭയിലുള്ളവർക്ക് വലിയ റോളുണ്ട്. അതൊക്കെ ഞാൻ ഇനിയും പഠിപ്പിക്കുമ്പോൾ, ഈ ദൈവഭക്തി എങ്ങനെ ആചരിക്കാമെന്ന വിഷയം പഠിപ്പിക്കുമ്പോൾ അത് ഞാൻ പഠിപ്പിക്കാം. പക്ഷേ നമ്മൾ വിജിലൻ്റ് ആയിരിക്കണം പ്രിയമുള്ളവരെ. വി ആർ സ്ലിപ്പിംഗ്. ഞാൻ പറയാതെ നമ്മൾ വഴുതിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉപദേശത്തിൻ്റെ കുഴപ്പമല്ല, നമ്മുടെ പ്രാക്ടീസ് ആണ് കുഴപ്പമുണ്ടാക്കുന്നത്. നമ്മൾ എങ്ങനെ അത് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യുന്നുള്ളതാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഉപദേശത്തിൻ്റെ കുഴപ്പമല്ല. നമുക്ക് 1-2 വാക്യങ്ങളൂടെ വായിച്ചിട്ട് ഈ ചിന്തയ്ക്ക് വിരാമിടാം. എഫേസ്യർ 4:14-16 വരെ. അങ്ങനെ നാം ഈ മനുഷ്യരുടെ ശരീരം ഭാഗത്താൽ തെറ്റിച്ചു പോയ തന്ത്രങ്ങൾ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാര്യങ്ങൾ അറിഞ്ഞുകൊള്ളുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിനും വളരാൻ ഇടയാകും. ശരീരം മുഴുവനും യുക്തമായി ചേർന്ന് ഏകീഭവിച്ച് ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിനുമുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. ഇതാണ് ദൈവം മനുഷ്യരിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. എന്തൊക്കെയാണ്? ഉപായത്താലൊക്കെ തെറ്റിച്ചു കളയുന്ന ഉപദേശങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിക്കണം. ക്രിസ്തു എന്ന തലയോളം നമ്മൾ വളരണം. ക്രിസ്തു എന്ന തലയോളം വളരുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ക്രിസ്തുവിനെ പോലെ നമ്മളായി തീരണം. അങ്ങനെ സംഭവിച്ചാൽ എന്തുണ്ടാകും? എന്താണ്? ഈ ഉപായത്താലും ചതിയാലുമുള്ള മനുഷ്യരുടെ തന്ത്രങ്ങളിലൊന്നും ആരും കുടുങ്ങിപ്പോകുകയില്ല. കാരണം നമുക്ക് മനസ്സിലാകും അത് വ്യാജമാണെന്ന്. നമുക്ക് തന്നെ മനസ്സിലാകും നമ്മൾ ഭക്തന്മാരായിട്ട് ജീവിക്കുമ്പോൾ ഏതാണ് ശരി, ഏതാണ് തെറ്റ്. പിന്നെ സഭ ശരീരം മുഴുവനും യുക്തമായി ചേരും, ഏകീഭവിക്കും. ഓരോ അംഗത്തിന് അതതിൻ്റെ വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിക്കും, സഹായം ലഭിക്കും. ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അതിൽ നിന്ന് വളർച്ച പ്രാപിക്കും. ദൈവഭക്തന്മാരായിട്ട് ദൈവമക്കൾ തീരുമ്പോൾ സഭയ്ക്ക് മൊത്തത്തിൽ ഒരു വളർച്ച ഉണ്ടാകും. അതിൻ്റെ കാരണം നമ്മൾ പിന്നെയും സ്വാർത്ഥന്മാർ ആയിരിക്കുകയില്ല, പിന്നെയോ സ്നേഹമുള്ളവർ ആയിരിക്കും. സ്നേഹം എന്ന വിഷയം പഠിപ്പിക്കുമ്പോൾ ഞാനതൊന്നും കൂടെ സ്ട്രൈക്ക് ചെയ്യും. എന്നാലും ദൈവസ്നേഹത്തിലേക്ക് നമുക്ക് കടന്നു വരുന്നത് കൊണ്ട് കൂടുതൽ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവരായിത്തീരും എന്ന് മാത്രമല്ല, തലയോളം വളരുവാനായിട്ട് ഇടയായിട്ട് തീരും. എഫേസ്യർ 5:1 നമ്മളിങ്ങനെ വായിക്കുന്നു, പ്രിയമക്കൾ എങ്ങനെയായിരിക്കണം? ദൈവത്തെ അനുകരിക്കുക. ഈ പ്രിയമക്കൾ എന്നുള്ള പ്രയോഗം നമ്മൾ പലപ്പോഴും ഇങ്ങനെ പ്രാർത്ഥനയിൽ പറയും മക്കളും പ്രിയമക്കളുമാക്കിയെന്ന്. സത്യമാണത്. പക്ഷേ അത് ക്ലെയിം ചെയ്യേണ്ടത് നമ്മളല്ല, ദൈവമാണ് പറയേണ്ടത് പ്രിയമക്കളാണോ എന്ന്. കാരണം നമ്മൾ പ്രിയമക്കളാണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മളല്ല, പിന്നെയോ അപ്പനാ തീരുമാനിക്കേണ്ടത്. നമുക്കറിയാം യോസെഫിൻ്റെ ജീവിതത്തെക്കുറിച്ച്, യാക്കോബിൻ്റെ ജീവിതത്തെക്കുറിച്ചും. നിങ്ങളത് തന്നെ ഒരു സ്റ്റഡിയാണ്. ഞാനത് ഈ ദിവസങ്ങളത് ധ്യാനിച്ചു കൊണ്ടിരുന്നൊരു വിഷയമാണ്. യോസെഫും യാക്കോബും തമ്മിൽ അപ്പനും മകനും എന്നതിനേക്കാളും വലിയ പ്രേമമായിരുന്നു അവർക്ക് തമ്മിൽ. എന്ന് പറഞ്ഞാൽ അവിടെ യാക്കോബ് മരിച്ചപ്പോൾ യോസെഫ് അവൻ്റെ മുഖത്ത് വീണ് കരഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്. മറ്റാരെങ്കിലും അത് ചെയ്തോ എന്ന് നമുക്കറിയില്ല, അവിടെ അങ്ങനെ എഴുതിയിട്ടില്ല. യോസെഫ് അപ്പൻ്റെ അടുക്കൽ നിന്ന് തന്നെ വിറ്റ് കളഞ്ഞിട്ട് തൻ്റെ സഹോദരൻ കാണുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ പറയുന്ന ആ വയോധികൻ ജീവനോടെ ഇരിപ്പുണ്ടോ? ഈ യോസെഫിനും യാക്കോബിനും തമ്മിൽ ഭയങ്കരമായ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. നിങ്ങളത് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഭയങ്കര ക്ലോസ് ആയിരുന്നു അവർ രണ്ടുപേരും. യാക്കോബ് പറഞ്ഞ വാക്കുകൾ, നിങ്ങൾ എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങുമാറൊക്കെ. അത്ര ക്ലോസ് ആയിരുന്നു ഇവർ തമ്മിൽ. അത് നിങ്ങൾ പിന്നീട് ഇരുന്ന് പഠിച്ചാൽ മതി. ചുമ്മാതല്ല യോസെഫിന് ഒരു കോട്ട് തയ്ച്ച് കൊടുത്തത്. അതെന്താ?
അപ്പൻ്റെ ഹൃദയത്തെ പ്രസാദിപ്പിക്കുന്ന ഉത്തമനായ ഒരു മകനായിരുന്നു ഈ യോസേഫ്. തനിക്കുള്ള എല്ലാ മക്കളിലും അധികം യോസേഫിനെ സ്നേഹിക്കാനുള്ള കാരണം അത്രമാത്രം പിതാവിനെ സ്നേഹിച്ചിരുന്നു യോസേഫ്. തൻ്റെ സഹോദരന്മാർക്ക് തന്നോട് ഒരു നേരെ ചൊവ്വ ഒരു വാക്ക് പറയാൻ പറ്റില്ല, അത്ര ദേഷ്യമായിരുന്നു. സമാധാനത്തോടെ സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്ന് അവിടെ എഴുതിയിരിക്കുന്നത് സഹോദരന്മാർക്ക് യോസേഫിനോട്. അതറിഞ്ഞിട്ടും അപ്പൻ യോസേഫിനോട് നീ പോയി നിൻ്റെ സഹോദരന്മാരെ കണ്ടിട്ട് വരാൻ പറഞ്ഞപ്പോൾ 100% ഒബീഡിയൻസ് കാണിച്ചു. അതിൻ്റെ പ്രത്യാഘാതം നമുക്കറിയാം, പിന്നെ അങ്ങോട്ട് തിരിച്ചു വന്നില്ല താൻ. പക്ഷെ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതാണ്. യാക്കോബിൻ്റെ പ്രിയപുത്രനായിരുന്നു യോസേഫ്. യാക്കോബിനോട് ചോദിക്കുക ആരാ പ്രിയ മകൻ എന്ന് ചോദിച്ചാൽ ഉത്തരം കൃത്യമാണ്, യോസേഫാണ്. അതെന്താ? എന്നെ സകലത്തിലും എന്നെ അനുസരിച്ച എന്നെ പ്രസാദിപ്പിച്ച നല്ല മകനാണ്. ബാക്കി 11 മക്കളെക്കുറിച്ച് നമ്മൾ എടുത്ത് പഠിച്ചാലും ഇവരൊക്കെ വികടന്മാരായിരുന്നു. വികടൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുള്ളവർ ആയിരുന്നു. നിങ്ങളത് പിന്നീട് എടുത്ത് പഠിച്ചാൽ മതി, അത് വേറെ സബ്ജക്റ്റാണ്. ശരിക്കും യാക്കോബിൻ്റെ മനസ്സിനെ പ്രസാദിപ്പിച്ച ഒരു പുത്രനായിരുന്നു യോസേഫ്. അതുകൊണ്ട് അവൻ പ്രിയമകൻ ആയിരുന്നു. ആരാ പ്രിയമകൻ? ദൈവത്തെ അനുകരിക്കുന്നവൻ. പറഞ്ഞു മനസ്സിലായോ? ഈ വാക്കിൻ്റെ അർത്ഥം എന്താ? പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ദൈവപുത്രൻ്റെ സ്വഭാവം നമ്മളിലേക്ക് നാം ആവഹിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ പ്രിയ മക്കളായിട്ട് നമ്മൾ തീരുന്നത്. അത് ദൈവഭക്തിയുടെ പിക്ചറായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1 കൊരിന്ത്യർ 11:1 അപ്പോസ്തലനായ പൗലോസ് പറയുന്നൊരു കാര്യമാണ്, നിങ്ങളും എൻ്റെ അനുകാരികൾ ആകുവിൻ, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്നു. അങ്ങനെ പറയണമെങ്കിൽ നിസ്സാര പണിയല്ല കേട്ടോ. പക്ഷേ അപ്പോസ്തലനായ പൗലോസിന് ആ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഇതാണ് നമ്മുടെ മാതൃക. നമ്മൾ ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് വേണം ഈ ഭൂമിയിൽ സ്ട്രൈവ് ചെയ്യാനായിട്ട്, ജീവിക്കാനായിട്ട്, കർത്താവിനെ പോലെ ആയിത്തീരുവാനായിട്ട്. മലാക്കി 1:6 കൂടെ വായിച്ച് നമുക്കിവിടെ നിർത്താം. മലാക്കി 1:6. മകനപ്പനെ ദാസയജമാനെ ബഹുമാനിക്കേണ്ടതല്ല. ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ എന്ന് സൈന്യങ്ങളുടെ യഹോവ അവൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു. മതി. വളരെ എക്സ്പ്ലിസിറ്റായിട്ട് എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ്? മകൻ അപ്പനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കേണ്ടതല്ലോ. നമുക്ക് അപ്പനും ഉണ്ട്, നമുക്കൊരു കർത്താവും ഉണ്ട്, യജമാനൻ അല്ലേ? പിതാവായ ദൈവം നമ്മളുടെ പിതാവായിട്ടിരിക്കുമ്പോൾ പുത്രൻ നമ്മുടെ കർത്താവാണ്. എന്നിട്ട് ദൈവം ചോദിക്കുകയാണ്, ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനനെങ്കിൽ എങ്കിലുള്ള ഭക്തി എവിടെ? ഭക്തി എന്ന് വെച്ചാൽ ഭയം എവിടെ എന്ന് സൈന്യങ്ങളുടെ യഹോവ അവൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു. നമ്മൾക്ക് ഈ ചോദ്യം നമ്മുടെ ഹൃദയങ്ങളിലൊന്ന് ഏറ്റിപ്പിടിക്കാം. നമ്മൾ ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിതന്മാരുമാണല്ലോ. നമ്മൾ എത്രമാത്രം നമ്മളുടെ അപ്പനെ ബഹുമാനിക്കുന്നുണ്ട്? നമ്മൾ എത്രമാത്രം നമ്മളുടെ യജമാനനെ ബഹുമാനിക്കുന്നുണ്ട്? യേശുവിനെ നമ്മൾ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റു പറഞ്ഞവരാണ്. സ്വർഗത്തിലെ ദൈവത്തെ നമ്മൾ പിതാവെന്ന് അഭിസംബോധന ചെയ്യുന്നവരാണ്. നമ്മുടെ പ്രവൃത്തികൾ അവനോടുള്ള ഭക്തിയിലാണോ, അവനോടുള്ള ബഹുമാനത്തിലാണോ നടക്കുന്നത്? അതെന്താണെന്ന് ചോദിച്ചാൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൗ ഗോഡ്ലിനെസ് എന്നുള്ളതാണ്. എങ്ങനെ ഗോഡ്ലിനെസ് പ്രാക്ടീസ് ചെയ്യാം. അതിൻ്റെ പ്രാഥമികമായ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ദൈവത്തെ സേവിക്കുവാനുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. നോ കോംപ്രമൈസ്. ഞാൻ പറയാം, ഭക്തനായിരിക്കണമെങ്കിൽ ഒരു കോംപ്രമൈസും പറ്റില്ല. ഒരു കോംപ്രമൈസും പറ്റില്ല. കാരണം അവനിൽ ഇരുട്ടൊട്ടും ഇല്ല. നാം സേവിക്കുന്ന ദൈവം അവൻ ഇരുട്ട് ഒട്ടുമില്ലാത്തവനാണ്. അവനെ സേവിക്കണമെങ്കിൽ അവനെ പോലെ തന്നെ നാം ആയിരിക്കണം. അതാണ് നമ്മൾ പറഞ്ഞത്, പ്രിയ മക്കൾ എന്ന പോലെ അവനെ
അനുകരിപ്പിൻ, ഫോളോ ചെയ്യുക, ഇമിറ്റേറ്റ് ചെയ്യുക. നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. ദൈവഭക്തിക്കായിട്ട് എങ്ങനെ ഒരുങ്ങാം, അതാണ് അടുത്ത ആഴ്ച നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ പ്രായോഗികമായിട്ട് എങ്ങനെ ദൈവഭക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ് ചിന്തിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ കഴിഞ്ഞ ആഴ്ചകളിലുള്ള ക്ലാസ്സുകൾ, 8ാമത്തെ ക്ലാസ്സാണിത്, കഴിഞ്ഞ ആഴ്ചകളിലെ ക്ലാസ്സുകൾ ആരെങ്കിലും കേട്ടിട്ടില്ലെങ്കിൽ ആ വിഷയങ്ങളൊന്നും കൂടെ കേൾക്കുക. പ്രാക്ടിക്കലായിട്ട് നമ്മൾ എങ്ങനെ ദൈവഭക്തി ആചരിക്കാമെന്നുള്ളതാണ് ഇനി ചിന്തിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ഒരുക്കം അതിനാവശ്യമാണ്, ശരിയായ സമർപ്പണം ആവശ്യമാണ്. പ്രാർത്ഥനയോട് കൂടെ തയ്യാറെടുക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.